ദേവട്ടി, എന്താ ഇയാൾ എന്നെ കണ്ടിട്ട് കാണാത്ത മട്ടി പോകുന്നത്? ഓ, മനസ്സിലായി. ആ മോതിരം കിട്ടാത്ത എന്റെ പിണക്കത്തിലാണല്ലേ? നീ വിഷമിക്കണ്ട ദേവൂട്ടി. അമ്മ ആ മോതിരം തരാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് സ്വന്തമാക്കാനുള്ള അമ്മയുടെ ആഗ്രഹമൊന്നും നടക്കാൻ പോകുന്നില്ല. ഇനി അമ്മ അത് സ്വന്തമാക്കിയാലും ആ മോതിരത്തിന് പകരം ദേ നിന്റെ വിരലിൽ ഞാനൊരു വിവാഹമോതിരം അണിയിക്കും. നിന്റെ രക്ഷയ്ക്കല്ലേ നീ ആ മോതിരം കാത്തു സൂക്ഷിച്ചത്? അതേ രക്ഷ ഞാൻ അണിയിക്കുന്ന വിവാഹമോതിരം നിനക്ക് തരും. എന്താ, നിനക്ക് ഞാൻ പറഞ്ഞ വിശ്വാസമായില്ലേ? മൂകാംബി അമ്മയെ സാക്ഷി നിർത്തിയ ഞാൻ ഈ പറയുന്നത്. നിന്റെ വിരലിൽ അധികം താമസിയാതെ എന്റെ വിവാഹമോതിരം അണിയും. എന്ത്? ഇനി ഒരിക്കലും സ്വാതിയല്ലെന്നോ? അതെന്താ നീ അങ്ങനെ പറയുന്നത്? എന്താ എന്താ നീ പറഞ്ഞ? നിന്റെ വീട്ടുകാര് ഗഗനുമായിട്ട് നിന്റെ കല്യാണം ഉറപ്പിച്ചെന്നോ? എന്നിട്ട് നീ അതിന് സമ്മതിച്ചോ? ദേവൂട്ടി, സത്യമാണോ നീ പറയുന്നേ? ദേവൂട്ടി, നീ എന്താ പറയുന്നത്? നീ കൂടെ അതിന് സമ്മതിച്ചെന്നോ? അല്ലാതെ വേറെ വഴിയില്ലായിരുന്നോ? ഇല്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഒരിക്കലും ഞാനത് അനുവദിക്കില്ല. നിന്റെ കഴുത്തിൽ ഒരു താലി അണിയുന്നുണ്ടെങ്കിൽ അത് ഈ സന്ദീപിന്റെ തന്നെ ആയിരിക്കും. ആരൊക്കെ എതിർത്താലും വിദ്യാമ്മ നമ്മുടെ ബന്ധത്തെ അനുവദിക്കുമെന്നും അനുഗ്രഹിക്കുമെന്നും എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇല്ല ദേവൂട്ടി, എന്തൊക്കെ സംഭവിച്ചാലും നീ പറഞ്ഞതുപോലെ മൂകാംബിക ദേവിയുടെ സന്നിധിയിൽ വെച്ച് ദേവിയെ സാക്ഷി നിർത്തി നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത് ഈ സന്ദീപായിരിക്കും. അതുറപ്പാ. എന്താ ദേവൂട്ടി, അച്ഛനൊപ്പം പോയിട്ട് കാര്യങ്ങളൊക്കെ ഒരു തീർപ്പിലെത്തിച്ചോ? അത് ശരി. അപ്പ തോന്നിയ ധൈര്യത്തിന് നീ അയാളോട് എന്തു പറഞ്ഞു? ആഹാ, അത് കൊള്ളാലോ. നിനക്ക് കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞപ്പോ അവര് ശരിക്കും ഞെട്ടിക്കാണുമല്ലോ. ആഹാ, എന്നിട്ട് മൂകാംബിക ദേവിയുടെ മുന്നിൽ വെച്ച് കല്യാണം നടത്താൻ അവര് സമ്മതം പറഞ്ഞോ?
നീ വിഷമിക്കണ്ട ദേവൂട്ടി. അവര് സമ്മതിച്ചാലും നീ സമ്മതിച്ചാലും നിന്റെ കല്യാണം എപ്പോ ആർക്കൊപ്പം നടക്കണമെന്ന് മൂകാംബികാ ദേവി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആരൊക്കെ എന്തൊക്കെ വാശി പിടിച്ചാലും ഭീഷണിപ്പെടുത്തിയാലും ആ തീരുമാനം പ്രാവർത്തികമാവാൻ പോകുന്നുള്ളൂ. അതെ, ഇവളുടെ കാര്യത്തിന് വേണ്ടി തന്നെയാ ഞാൻ പെട്ടെന്ന് തിരിച്ചു പോന്നത്. നാളെ പുലർച്ചെ വരെ ഞാൻ ഇവൾക്കൊപ്പം ഉണ്ടായേ പറ്റൂ. നാളെ ശിവപ്രിയയ്ക്ക് നിർണായകമായ ദിവസമാണ്. ജാതകത്തിൽ പറഞ്ഞതുപോലെ ഇവളുടെ ആയുസ്സിന് ഭംഗം സംഭവിക്കുന്ന ദിവസം.